പ്രൊസീജിയർ ഫോർ ദി അമെൻമെൻറ്റ് ഓഫ് ബൈലാസ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു സഹകരണ സംഘത്തിൻ്റെ ബൈലാ ഭേദഗതിക്ക് വേണ്ടിയുള്ള നടപടിക്രമം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. Section 12 and Rule 9 of KCS Act deals with the legal provisions for the amendment of bylaws. 1969 കേരള സഹകരണ സംഘം ആക്ടിലെ വകുപ്പ് 12 ചട്ടം 9 ബൈലാ ഭേദഗതിയെ സംബന്ധിക്കുന്ന നിയമവ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. Amendment of bylaw is valid only if it has been registered by the Registrar of Co-operative Societies under this Act. ഈ നിയമപ്രകാരം സഹകരണ സംഘം രജിസ്ട്രാർ ഒരു ബൈലാ ഭേദഗതി രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അത് സാധുവാകുകയുള്ളൂ. The managing committee of the society shall place the proposed amendment before the general body meeting convened for this purpose after giving due notice as per the bylaws. സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റി പരിശോധിച്ച ശേഷം നിർദ്ദിഷ്ട ബൈലാ ഭേദഗതി മതിയായ നോട്ടീസ് നൽകിക്കൊണ്ട് ഈ ഉദ്ദേശത്തിനായി വിളിച്ചു ചേർത്തിരിക്കുന്ന പൊതുയോഗത്തിൽ അവതരിപ്പിക്കുന്നു. The notice intimating the details of amendment proposed for the general body meeting shall be served in the following manner. പൊതുയോഗത്തിന് വേണ്ടിയുള്ള നിർദ്ദിഷ്ട ബൈലാ ഭേദഗതിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അടങ്ങിയ നോട്ടീസ് താഴെ പറയുന്ന പ്രകാരം അംഗങ്ങൾക്ക് നൽകേണ്ടതുണ്ട്. Giving in person, obtaining signature, or by registered post, or speed post, or courier services approved by the High Court or government in the case of a society having not more than 500 members. 500-ൽ അധികം അംഗങ്ങൾ ഒരു സംഘത്തിൽ ഇല്ലെങ്കിൽ കൈപ്പറ്റിയ രസീത് വാങ്ങി നേരിട്ട് നൽകാവുന്നതാണ്. അല്ലെങ്കിൽ തപാൽ വഴി രജിസ്റ്റേർഡായോ സ്പീഡ് പോസ്റ്റ് വഴിയോ ഹൈക്കോടതി അല്ലെങ്കിൽ ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്ന കൊറിയർ സർവീസ് വഴിയോ നൽകാവുന്നതാണ്. If the society has more than 500 members, the details of amendment proposed are published in 2 vernacular dailies having wide circulation in the area of operation of the society, in the notice board of the society, in the panchayat office, municipality, corporation or village office, in the notice board of the office of the assistant registrar general and assistant director audit etc. എന്നാൽ 500-ൽ അധികം അംഗങ്ങളുള്ള സംഘത്തിൽ നിർദ്ദിഷ്ട ഭേദഗതിയുടെ വിശദവിവരങ്ങൾ ജനറൽ ബോഡി മീറ്റിംഗിൻ്റെ സമയം, സ്ഥലം, അജണ്ട എന്നിവ സംഘത്തിൻ്റെ പരിധിയിൽ പ്രചാരമുള്ള 2 പ്രാദേശിക ഭാഷയിലുള്ള പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കാവുന്നതാണ്. കൂടാതെ സംഘത്തിൻ്റെ ഹെഡ് ഓഫീസ്, ബ്രാഞ്ച് എന്നിവിടങ്ങളിലെ നോട്ടീസ് ബോർഡ്, പഞ്ചായത്ത് ഓഫീസ് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസ്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവയുടെ ആസ്ഥാനം അല്ലെങ്കിൽ മേഖലാ ഓഫീസുകൾ, സഹകരണ സംഘം അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ജനറൽ ഓഫീസ്, അസിസ്റ്റൻ്റ് ഡയറക്ടർ ഓഡിറ്റ് ഓഫീസ്, കൂടാതെ മേൽനോട്ട ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന ഫങ്ഷണൽ രജിസ്ട്രാറിൻ്റെ താലൂക്ക് തലത്തിലുള്ള ഓഫീസിൽ, സംഘത്തിൻ്റെ പ്രവർത്തന പരിധിയിലെ സർക്കിൾ സഹകരണ യൂണിയൻ ഓഫീസ് തുടങ്ങിയവയിൽ പ്രസിദ്ധീകരിക്കാവുന്നതാണ്. ഇതിന് പുറമെ മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ, ഇമെയിൽ അല്ലെങ്കിൽ ലോക്കൽ ടെലിവിഷൻ ചാനൽ വഴി മീറ്റിങ്ങിൻ്റെ തീയതി അറിയിച്ചുകൊണ്ടുള്ള ഷോർട്ട് മെസ്സേജ് സേവനങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ സംഘത്തിൻ്റെ പ്രവർത്തന പരിധിയിലുള്ള പ്രധാന സ്ഥലങ്ങളിൽ പ്രദർശന ബാനറുകളും സ്ഥാപിക്കാവുന്നതാണ്. The proposal for amendment of bylaws has to be passed with a 2/3 majority of the members present and voting, and such a resolution shall be forwarded to the registrar within 1 month from the date of the general body meeting. The amendments of bylaw passed by the general body meeting is valid only if it is registered by the registrar. പൊതുയോഗത്തിൽ ഹാജരായി വോട്ട് രേഖപ്പെടുത്തിയ അംഗങ്ങളുടെ 3/2 ഭൂരിപക്ഷത്തോടെ പാസാക്കിയ നിർദ്ദിഷ്ട ബൈലാ ഭേദഗതി സംബന്ധിക്കുന്ന പ്രമേയം ജനറൽ ബോഡി മീറ്റിംഗിൻ്റെ തീയതി മുതൽ 1 മാസത്തിനകത്ത് രജിസ്ട്രാറിന് രജിസ്റ്റർ ചെയ്യുന്നതിനായി സമർപ്പിക്കേണ്ടതാണ്. ഇത്തരത്തിൽ പൊതുയോഗം പാസാക്കിയ ബൈലാ ഭേദഗതി രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്യുമ്പോൾ മാത്രമേ സാധുവാകുകയുള്ളൂ. Every application to the registrar for the registration of amendment shall be signed by the secretary and 2 members of the committee and shall contain the following particulars. A. The date of general body meeting at which the amendment was made. B. The number of days notice given to convene the general body meeting. C. The number of days notice required as per bylaws for the general body meeting. D. The total number of members of the society on the date of such meeting. E. The number of members who formed the quorum for such a meeting. F.
the number of members present at such a meeting. G. The number of members who exercised their votes at the meeting. And H. The number of members who voted for the amendment. ബൈല ഭേദഗതിയുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാറിന് സമർപ്പിക്കുന്ന എല്ലാ അപേക്ഷയിലും സംഘം സെക്രട്ടറിയും കമ്മിറ്റിയിലെ 2 അംഗങ്ങളും ഒപ്പുവെക്കേണ്ടതും താഴെ പറയുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുമാണ്. എ. ഭേദഗതി നടപ്പിലാക്കിയ പൊതുയോഗ തീയതി. ബി. പൊതുയോഗം വിളിക്കുന്നതിനായി എത്ര ദിവസത്തെ നോട്ടീസ് നൽകി എന്ന വിവരം. സി. ബൈല അനുസരിച്ച് പൊതുയോഗം വിളിച്ചുകൂട്ടുന്നതിനായി എത്ര ദിവസത്തെ നോട്ടീസ് നൽകണമെന്ന വിവരം. ഡി. ഈ മീറ്റിങ്ങിൻ്റെ തീയതിയിലെ സംഘത്തിലെ ആകെ അംഗങ്ങളുടെ എണ്ണം. ഇ. ഇത്തരം മീറ്റിങ്ങിൽ കോറം രൂപപ്പെടുത്തുന്നതിന് ആവശ്യമായ അംഗങ്ങളുടെ എണ്ണം. എഫ്. ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം. ജി. ഈ മീറ്റിങ്ങിൽ വോട്ട് രേഖപ്പെടുത്തിയ അംഗങ്ങളുടെ എണ്ണം. എച്ച്. ഭേദഗതിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയ അംഗങ്ങളുടെ എണ്ണം. The proposal shall be accompanied by A. One copy of the relevant bylaws in force with the amendment proposed to be made along with the reasons for such amendments. B. 4 copies of the text of the bylaws as it would stand after amendments signed by the officers authorized in this behalf by the committee of the society. C. Treasury challan receipt for ₹500, ₹50 for women, school, SC/ST, cooperative societies. രജിസ്ട്രാറിലേക്ക് സമർപ്പിക്കുന്ന ബൈല ഭേദഗതിയുടെ നിർദ്ദേശത്തോടൊപ്പം താഴെ പറയുന്നവ ഉൾക്കൊള്ളിച്ചിരിക്കണം. എ. പ്രാബല്യത്തിലുള്ള പ്രസക്തമായ ബൈലയുടെ ഒരു പകർപ്പിനോടൊപ്പം ഭേദഗതി വരുത്തുന്നതിനായി നിർദ്ദേശിച്ചിരിക്കുന്ന ബൈലയുടെ പകർപ്പും. ഇത്തരത്തിൽ ബൈല ഭേദഗതി വരുത്തുന്നതിൻ്റെ കാരണവും വ്യക്തമാക്കിയിരിക്കണം. ബി. കമ്മിറ്റി ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഓഫീസർമാർ ഒപ്പുവെച്ച ഭേദഗതിക്ക് ശേഷം നിലനിൽക്കുന്ന ബൈലയുടെ വാക്യത്തിൻ്റെ 4 പകർപ്പ്. സി. ട്രഷറിയിൽ ഫീസിനത്തിൽ ഒടുക്കിയ ₹500 ചെലാൻ രസീത്. എന്നാൽ വനിത, സ്കൂൾ, SC/ST സഹകരണ സംഘങ്ങൾക്ക് ₹50 ചെലാൻ രസീത് മതിയാകും. The registrar, before registering the amendment of bylaws, shall consult the state cooperative union in case of amendment of bylaws or that of an apex or central society, or circle cooperative union in case of any other society, and the financing bank if the society is indebted to the financing bank. ഒരു അപ്പെക്സ് സഹകരണ സംഘം അല്ലെങ്കിൽ സെൻട്രൽ സഹകരണ സംഘത്തിൻ്റെ ബൈലാ ഭേദഗതി ചെയ്തു നൽകുന്നതിന് മുമ്പ് രജിസ്ട്രാർ സംസ്ഥാന സഹകരണ യൂണിയനോടും മറ്റ് സംഘങ്ങളുടെ ബൈലാ ഭേദഗതി ചെയ്തു നൽകുന്നതിന് മുമ്പ് രജിസ്ട്രാർ സർക്കിൾ സഹകരണ യൂണിയനോടും സൊസൈറ്റി ഏതെങ്കിലും ഒരു ഫിനാൻസിംഗ് ബാങ്കുമായിട്ട് കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഫിനാൻസിംഗ് ബാങ്കിനോടും രജിസ്ട്രാർ കൂടി ആലോചിക്കേണ്ടതാണ്. If the registrar is satisfied, he shall register the amendment and forward a copy of the registered amendment of bylaws together with the certificate of registration duly signed and sealed by him to the society. This certificate shall be conclusive evidence that the amendment has been duly registered. രജിസ്ട്രാർ പൂർണ്ണമായും തൃപ്തനാണെങ്കിൽ അദ്ദേഹം ബൈലാ ഭേദഗതി രജിസ്റ്റർ ചെയ്യുകയും രജിസ്റ്റർ ചെയ്ത ബൈലാ ഭേദഗതിയും മതിയായി മുദ്രവെച്ച് ഒപ്പുരേഖപ്പെടുത്തിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും സംഘത്തിന് കൈമാറുന്നു. ഈ സർട്ടിഫിക്കറ്റ് സംഘത്തിൻ്റെ ബൈലാ ഭേദഗതി രജിസ്റ്റർ ചെയ്തതിൻ്റെ നിർണായക തെളിവായിരിക്കും. If the registrar refuses to register an amendment of bylaws, he shall communicate the order of refusal together with the reasons within 7 days from the date of order to the society. രജിസ്ട്രാർ ഒരു ബൈലാ ഭേദഗതി രജിസ്റ്റർ ചെയ്ത് നൽകുന്നത് നിരസിക്കുകയാണെങ്കിൽ പ്രസ്തുത വിവരം നിരസിച്ച ഉത്തരവ് തീയതി മുതൽ 7 ദിവസത്തിനകം കാരണം സഹിതം ബന്ധപ്പെട്ട സംഘത്തെ അറിയിക്കേണ്ടതാണ്. An application to register an amendment of the bylaws of a society shall be disposed of by the registrar within 90 days from the date of receipt of the same. ഒരു സംഘത്തിൻ്റെ ബൈലാ ഭേദഗതി രജിസ്റ്റർ ചെയ്ത് കിട്ടുന്നതിന് സമർപ്പിച്ചിരിക്കുന്ന അപേക്ഷ അത് സ്വീകരിച്ച തീയതി മുതൽ 90 ദിവസത്തിനകം രജിസ്ട്രാർ തീർപ്പ് കൽപ്പിച്ചിരിക്കേണ്ടതാണ്. Where an application is not disposed of within the time specified, the society may make a representation before the registrar if the application to register the amendment of bylaws is made to a person on whom the powers of registrar is conferred, or before the government
if the application is made before the registrar. ബൈലാ ഭേദഗതിക്കായുള്ള രജിസ്ട്രാറിന് സമർപ്പിച്ചിരിക്കുന്ന അപേക്ഷയിന്മേൽ നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ അഥവാ 90 ദിവസത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ സംഘത്തിന് ഒരു നിവേദനം അഥവാ റെപ്രസെൻറ്റേഷൻ താഴെ പറയുന്ന പ്രകാരം സമർപ്പിക്കാവുന്നതാണ്. ബൈലാ ഭേദഗതിയുടെ അപേക്ഷ രജിസ്ട്രാറിൻ്റെ അധികാരം പകർന്നു നൽകിയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് നൽകിയിട്ടുള്ളതെങ്കിൽ രജിസ്ട്രാറിന് അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിനുമാണ് റെപ്രസെൻറ്റേഷൻ അഥവാ നിവേദനം സമർപ്പിക്കേണ്ടത്. The registrar or government, as the case may be, shall issue directions to the authority concerned to dispose of the same within 60 days from the date of receipt of such a representation. രജിസ്ട്രാർ അല്ലെങ്കിൽ ഗവൺമെൻറ് ആരാണോ അവർ ബന്ധപ്പെട്ട അധികാരികൾക്ക് റെപ്രസെൻറ്റേഷൻ അഥവാ നിവേദനം ലഭിച്ച തീയതി മുതൽ 60 ദിവസത്തിനകം ഇതിന്മേൽ തീർപ്പ് ഉണ്ടാക്കുന്നതിനായി ആവശ്യമായ നിർദ്ദേശം നൽകേണ്ടതാണ്. As per section 13, an amendment of bylaws of a society shall come into force on the date on which it is registered, unless it is expressed to come into force on a particular day. വകുപ്പ് 13 അനുസരിച്ച് ഒരു പ്രത്യേക ദിവസം പ്രാബല്യത്തിൽ വരുമെന്ന് പരാമർശിച്ചിട്ടില്ല എങ്കിൽ ബൈലാ ഭേദഗതി രജിസ്റ്റർ ചെയ്ത് നൽകിയ തീയതി മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്.